എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോവാണ് പ്രഷർ കുക്കർ ചിക്കൻ. ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന രീതി ഒന്ന് പറയാം. ഇത് ഞാൻ എടുത്തിട്ടുണ്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 3-4 തക്കാളി ചുമചുമാനുള്ളത് ചെറുതായിട്ട് അരിഞ്ഞത്, 2 ഉരുളക്കിഴങ്ങ് വലുതായിട്ട് അരിഞ്ഞത്, 4 സവാള ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത്, 1 വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി പച്ചമുളക്, പിന്നെ നമ്മളുടെ മസാലകൾ, പിന്നെ ഗരം മസാലകൾ, പട്ട, ഗ്രാമ്പ്, ഏലയ്ക്ക, ബേ ലീഫ്, നോർമൽ നമുക്ക് ആവശ്യമുള്ള ഗരം മസാലകൾ. ഇനി നമുക്ക് ഈ കുക്കറിനകത്ത് ഈ ചിക്കൻ ഇടാം. എൻ്റെ കുക്കർ അടുപ്പത്തൊന്നും വെച്ചിട്ടില്ല, ഗ്യാസിൽ വെച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ കുക്കറിനകത്ത് ഡയറക്റ്റ്ലി ഇടുവാണ് പച്ചയ്ക്ക്. ആ ചിക്കൻ ഇട്ടു, ഉരുളക്കിഴങ്ങ് ഇട്ടു, പിന്നെ നമ്മുടെ ഏലയ്ക്ക, ഗ്രാമ്പ്, പട്ട, ഇല ഇത് ഇട്ടു, പിന്നെ വെളുത്തുള്ളി, 1 വെളുത്തുള്ളി മൊത്തം എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക് 4, 1 കഷ്ണം ഇഞ്ചി, ഇതെല്ലാം അരിഞ്ഞത്, സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത് എല്ലാം കൂടി കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നു. ഒന്നും ചെയ്തിട്ടില്ല, അതിന് മസാല വറുക്കോ പൊടിക്കോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഞാൻ ഇനിയിപ്പോൾ നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ട്, നിറത്തിന് വേണ്ടിയിട്ട്, 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, പകുതി സ്പൂൺ ജീരകം പൊടിച്ചത്. ജീരകം പൊടിച്ചതില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ജീരകം അങ്ങനെ തന്നെ ഇച്ചിരി പകുതി സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഞാൻ 2 സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ആയാലും ശരി, റിഫൈൻഡ് ആയാലും ശരി, ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതുവരെ അടുപ്പത്ത് വെച്ചിട്ടില്ല, വെള്ളവും ഒഴിച്ചിട്ടില്ല. നല്ലപോലെ എല്ലാം ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള, തക്കാളി, മസാലകൾ എല്ലാം കൂടി ചേർത്ത് നല്ല എണ്ണ എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതിന് അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ജസ്റ്റ് അങ്ങനെ അതുപോലെ അടച്ച്, ഇല്ലെങ്കിൽ ഇത് അടുപ്പ് കത്തിച്ചോളൂ. ഒന്ന് ഗ്യാസ് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ അടച്ച് വെക്കാം. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ കറിവേപ്പിലയും കൂടി ചേർക്കാം. 15 മിനിറ്റ് സിമ്മിൽ വെക്കാം. സിമ്മിൽ 15 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് 2 വിസിൽ. അത്രേ ഉള്ളൂ മണക്കാറ് കഴിഞ്ഞു. ചിക്കൻ കറി, അടിപൊളി ചിക്കൻ കറി റെഡിയാണ്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന്, ഇപ്പോൾ ഹോസ്റ്റലിലുള്ള അല്ലെങ്കിൽ PGയിലുള്ള കുട്ടികൾക്ക്, ബാച്ചിലേഴ്സ്ക്ക്, ഒറ്റയ്ക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. കണ്ടോ, നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡിയായി. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിനകത്ത് ഒറ്റ തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. ചിക്കനും തക്കാളിനും കൂടി ഇറങ്ങിയ വെള്ളമാണ്. 1 സ്പൂൺ ഇതിനകത്ത് ലാസ്റ്റ് ഞാൻ ഗരം മസാല പൊടി ഇടുന്നു. പിന്നെ മല്ലിയില, നല്ലപോലെ ആവശ്യത്തിന് മല്ലിയില ഇടുന്നു. മല്ലിയില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില, നല്ലപോലെ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി. ഇത് കണ്ടോ, ആവശ്യത്തിന് ഇതിന് ഗ്രേവിയും ഉണ്ട്. പിന്നെ 15 മിനിറ്റിൽ ഒരു മസാല വറുക്കാതെ ഒന്നും ചെയ്യാതെ, ഉള്ളി പോലെ ഞാൻ വരട്ടിയിട്ടില്ല. എന്നാൽ അടിപൊളി നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ കൂടോ, ചോറിൻ്റെ കൂടോ, ദോശയുടെ കൂടോ, എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ, പുട്ടിൻ്റെ കൂടോ കഴിക്കാം. ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് കമൻറ്റ് ചെയ്ത് പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു. 15 മിനിറ്റിൽ നിങ്ങളും ഉണ്ടാക്കിയില്ലേ അടിപൊളി ചിക്കൻ കറി.